മെത്തനോയ്യ 17ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 8:4. ദൈവമേ, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയാണുള്ളത്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? ആദിമാതാപിതാക്കന്മാർക്കുണ്ടായിരുന്ന അതേ പ്രലോഭനം തന്നെയാണ് എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത്. വെറും സൃഷ്ടിയാണെന്ന കാര്യം മറന്ന് സൃഷ്ടാവായ ദൈവത്തെ മറികടക്കാനുള്ള പ്രലോഭനം. തന്മൂലമാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിക്കുന്നത്. സൃഷ്ടികളെല്ലാം പ്രകൃത്യ സൃഷ്ടാവിന്റെ നിയമമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രം അതിന് അപവാദമായി പ്രവർത്തിക്കുന്നു. അവൻ ദൈവകൽപ്പന ലംഘിച്ചു ജീവിക്കുന്നു. ദൈവമാണ് തന്റെ സൃഷ്ടാവ് എന്ന സത്യം അവൻ മറക്കുന്നതിന് തെളിവാണ്. ഇതിനു പുറമെ ഉള്ള സൗഭാഗ്യങ്ങളുടെ എല്ലാം കാരണക്കാരൻ താനാണെന്നും തന്റെ അധ്വാനം കൊണ്ട് നേടിയതാണെന്നും ധരിക്കാൻ മനുഷ്യൻ പ്രലോഭിതനാകുന്നു. ഇത് അഹങ്കാരമാണ്. അഹങ്കാരിയുടെ ദൈവം അവൻ തന്നെയാണ്. അവന്റെ അന്ത്യം വിനാശവും. തന്റെയും തനിക്കുള്ള സകലത്തിന്റെ സൃഷ്ടാവ് ഉടമസ്ഥനും ദൈവമാണെന്ന് അംഗീകരിക്കുന്നവനാണ് സത്യത്തിൽ ജീവിക്കുന്നത്. അവൻ അതിനാൽ തന്നെ സ്വതന്ത്രനുമായിരിക്കും. നേരെ മറിച്ച് താനാണ് തനിക്കുള്ള എല്ലാറ്റിന്റെ ഉടമസ്ഥൻ എന്ന് തെറ്റിദ്ധരിക്കുന്നവൻ നുണയിലാണ് ജീവിക്കുന്നത്. അവനിൽ പിശാചിന്റെ പിടിയിലുമാണ്. കാരണം പിശാച് നുണയുടെ പിതാവുമാണ്. സകലത്തിന്റെ സൃഷ്ടാവും ഉടമസ്ഥനും ദൈവമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾ തനിക്കുള്ളവയെ പറ്റിയെല്ലാം സദാ കൃതജ്ഞതയുള്ളവനായിരിക്കും. ഇല്ലാത്തവയെ പറ്റി ആകുലപ്പെടുകയുമില്ല. നേരെ മറിച്ച് ഉള്ളതെല്ലാം തന്റെ സാമർഥ്യം കൊണ്ട് നേടിയതാണെന്ന് കരുതുന്നവൻ ഒരിക്കലും തൃപ്തനാവുകയില്ലെന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാനുള്ള വെപ്രാളത്തിൽ അവൻ സദാ അസ്വസ്ഥനായി കഴിയും. സങ്കീർത്തനം 71:6 നമുക്ക് പ്രാർത്ഥിക്കാം. ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. അങ്ങാണ് എപ്പോഴും എന്റെ സ്തുതിയുടെ വിഷയം. ദൈവത്തിന് സ്തുതി.